ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നീലേഴ്സ് വ്ളോഗ്. ഇന്ന് ഫ്രൈഡേ അല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ. കുറേ വർഷമായി, 2-3 വർഷമായി ഞാൻ ഫ്രൈഡ് റൈസ് ഒന്നും ഉണ്ടാക്കാത്ത. ആദ്യമൊക്കെ ഞാൻ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കലുണ്ടായിരുന്നു, കാരണം ഈ വെജിറ്റബിൾസിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ വെജിറ്റബിൾസ്. അപ്പോൾ എനിക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ടായിരുന്നു ആദ്യം. ഇപ്പോൾ കുറേ വർഷം മോനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കൽ അങ്ങനെ കുറഞ്ഞു. അപ്പം ഫ്രൈഡ് റൈസും ചിക്കൻ പൊരിച്ചതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചിക്കൻ ഫ്രൈഡ് റൈസ് ആട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ഞാൻ പൊരിക്കുന്നുണ്ട്. ഈ ബോൺലെസ് ചിക്കന് കുഞ്ഞു പീസാക്കിയിട്ട് അതിന് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് ചെറുതായിട്ട് പൊരിച്ചു. പിന്നെ വലിയ നല്ല തൈസിൻ്റെ പീസ് എടുത്തിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി ചുറ്റുള്ളി ഒക്കെ ചതച്ചിട്ടിട്ട് ചെറുനാരങ്ങ നീരൊക്കെ ഇട്ട് ഇത് എയർ ഫ്രയറിൽ ഗരം മസാലയും പെപ്പർ പൗഡറൊക്കെ ആഡ് ചെയ്തിട്ട് എയർ ഫ്രയറിലാട്ടോ ഞാൻ ചിക്കൻ തൈസ് പീസ് പൊരിക്കുന്നത്. പിന്നെ വെജിറ്റബിൾസ് ഞാൻ ഒരുപാട് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ഞാനൊരു ബട്ടർ ആദ്യം ഒന്ന് വെച്ച് കൊടുത്ത് എയർ ഫ്രയറിൽ, എന്നിട്ട് ചുറ്റും ചിക്കൻ പീസ് ചുറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് ഒരു ഓയിലിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസിനുള്ള കുഞ്ഞു പീസ് ചിക്കന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ബട്ടറൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഗാർലിക് ഒന്ന് ഗാർലിക് വഴറ്റിയെടുത്ത് ഗാർലിക്കിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ ബട്ടറിലിട്ട് വഴറ്റിയെടുക്കുമ്പോൾ. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഓരോന്നോരോ എല്ലാം മിക്സ് ആക്കിയിട്ട് വെജിറ്റബിൾസും സോട്ട് ചെയ്തെടുത്ത് പിന്നെ 2 മുട്ടയും എടുത്ത് ആ മുട്ട പൊട്ടിച്ചിട്ട് നല്ലോണം മുട്ടയും കൂടെ ആ വെജിറ്റബിൾസിൻ്റെ കൂടെ ഞാൻ നല്ലോണം ഇൻക്ലൂഡ് ചെയ്ത് എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് ഉപ്പും പിന്നെ പെപ്പർ പൗഡറും ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതേ അല്ല കേട്ടോ, പ്ലാൻറ്റൊന്നുമല്ല. പെട്ടെന്ന് ബസ്മതി അരി കണ്ടപ്പം ഇന്ന് ഫ്രൈഡ് റൈസ് ആക്കിയാലോ, വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് പെട്ടെന്ന് മൈൻഡിൽ വന്ന സംഭവം കേട്ടോ. അതുകൊണ്ട് സോയാ സോസ് ഇല്ലായിരുന്നു. സോയാ സോസ് ഇല്ലാണ്ടാണ് ഞാൻ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അങ്ങനെ വെജിറ്റബിൾസിൽ ചിക്കൻ ആഡ് ചെയ്ത് വീണ്ടും നല്ലോണം മിക്സ് ചെയ്തു. പിന്നെ എനിക്കിഷ്ടപ്പെട്ട സാധനമാണ് ഗ്രീൻ പീസ്. അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ പുഴുങ്ങി വെച്ചിരുന്നു. അപ്പോൾ ഈ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഗ്രീൻ പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗ്രീൻ പീസും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോയ സോസ് ഇല്ല, അല്ലെങ്കിൽ സോയ സോസ് കുറച്ച് ആഡ് ചെയ്യായിരുന്നു. ഞാൻ ടൊമാറ്റോ സോസ് കുറച്ച് ആഡ് ചെയ്തു. പിന്നെ വേവിച്ച അരി ഉണ്ടല്ലോ, അപ്പോൾ വേവിച്ച അരിയും അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തു. അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി മല്ലിച്ചപ്പും കൂടി വിതറിയാൽ മതി. അപ്പോഴേക്കും ഞാൻ എയർ ഫ്രയറിൽ ഉണ്ടാക്കിയ ചിക്കന് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ചിക്കനും കൂടിയും എയർ ഫ്രയറിൽ ഉണ്ടാക്കിയ വേറൊരു ടേസ്റ്റ് ആട്ടോ. ചിക്കൻ പൊരിച്ചത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഓയിലിട്ട് പൊരിക്കുന്നതിനേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നിയത് നമ്മുടെ എയർ ഫ്രയറിൽ പൊരിക്കുന്നതാണ്. അറ്റ് ലാസ്റ്റ് ചിക്കൻ ഫ്രൈഡ് റൈസ് വിത്ത് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ കഴിക്കട്ടെ. ബൈ ബൈ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.